ഇപ്പോൾ ഇത് റോഡിൻ്റെ സൈഡിൽ നിൽക്കുമ്പോഴുള്ള വ്യൂ ആണ്. താഴോട്ട് ഇറങ്ങി ചെന്നാൽ കുറച്ചുകൂടെ കാണാം. നല്ല പളുങ്ക് പോലെ തെളിഞ്ഞ വെള്ളമാണ് ഡാമിലുള്ളത്. അതുകൊണ്ട് മീൻ വരുന്നതൊക്കെ നന്നായിട്ട് കാണാം. കുറച്ചിപ്പുറത്തേക്ക് മാറിയിട്ട് ഒരു നല്ല വ്യൂ ഉള്ള സ്ഥലമുണ്ട്. യാത്ര മുമ്പോട്ട് പോകുന്തോറും കുറച്ചുകൂടെ ഉയരം കൂടിയ മലകളാണ് കണ്ടു തുടങ്ങുന്നത്. പെട്ടെന്നാണ് കുറച്ച് ഒട്ടകങ്ങൾ റോഡ് ക്രോസ് ചെയ്ത് പോയത് കണ്ടത്. ഹലോ, ചെറിയ പെരുന്നാളിൻ്റെ അവധിക്ക് ഞങ്ങളെല്ലാം കൂടെ ഒരു ട്രിപ്പ് പോവുകയാണ്. 2 വണ്ടിയിലായിട്ട് ഇത്രയും പേരുണ്ട്. ട്രിപ്പിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നതാണ് കേട്ടോ. ഞങ്ങളിപ്പോൾ ഇടയ്ക്കുള്ള ഒരു വഴിയിൽ നിർത്തിയതാണ്. ഒരുപാട് മലകളൊക്കെ ഉള്ള സ്ഥലമാണ്. വെയിലിപ്പോൾ ഒന്ന് താഴ്ന്നു തുടങ്ങിയിട്ടുണ്ട്. വീഡിയോ എടുക്കുമ്പോൾ ഒരു 3 മണിയൊക്കെ ആയി. നല്ല രസമുള്ള സ്ഥലം. കുറച്ച് നേരം അവിടെ നിന്നു, കാഴ്ചകളൊക്കെ കണ്ടു, കുറേ ഫോട്ടോസൊക്കെ എടുത്തു. വീണ്ടും ഞങ്ങൾ യാത്ര തുടരുകയാണ്. ഇതാ മുമ്പിൽ പോകുന്ന നീല കാറാണ് ഹരിയുടേത്. പോകുന്ന വഴിയിൽ ഇടവും വലവും മരുഭൂമി മാത്രമാണ്. നല്ല സൂപ്പർ റോഡായതുകൊണ്ട് നല്ല റിലാക്സ് ചെയ്ത് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. കാഴ്ചകളൊക്കെ കണ്ടും. എന്നും ഓഫീസിലേക്ക് പോകുന്ന റോഡിലൂടെ ഡ്രൈവ് ചെയ്ത് ഞാൻ കുറേ മടുത്തിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇതുപോലെ റിലാക്സ് ചെയ്തൊന്ന് ഓടിക്കാൻ പറ്റിയത്. പെട്ടെന്നാണ് കുറച്ച് ഒട്ടകങ്ങൾ റോഡ് ക്രോസ് ചെയ്ത് പോയത് കണ്ടത്. ഐശ്വര്യ ക്യാമറ എടുത്തതൊക്കെ വീഡിയോ എടുക്കുമ്പോഴേക്കും കുറച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾ നല്ലൊരു കാഴ്ച കണ്ടതിൻ്റെ സന്തോഷത്തിൽ മുമ്പോട്ട് നീങ്ങി. മരുഭൂമിയുടെ സൈഡിലൂടെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. ഒട്ടകങ്ങൾ ചിലപ്പോൾ റോഡിലേക്ക് ഇറങ്ങി വരും. വല്ല ആക്സിഡൻറ്റും പറ്റിക്കഴിഞ്ഞാൽ ലൈസൻസ് വരെ കട്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഡെസേർട്ടിൻ്റെ സൈഡിലൂടെയുള്ള റോഡിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഇതുവരെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞില്ല. ഞങ്ങൾ കോർഫക്കാൻ സൈഡിലോട്ടാണ് പോകുന്നത്. അതിന് തൊട്ട് മുമ്പുള്ള അൽ റഫീസ ഡാമിലും അവിടെ ഒന്ന് ഇറങ്ങണം. ഡാം സൈറ്റിൽ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അപ്പോൾ അങ്ങോട്ടാണ് ഇന്നത്തെ യാത്ര. ഞാനും ഐശ്വര്യ ഈ സ്ഥലത്ത് ഇതിനു മുമ്പ് പോയിട്ടുണ്ട്. അഭിഷേകേട്ടൻ്റെ ഫാമിലിയുടെയും കൂടെയാണ് പോയത്. കോർഫക്കാനിലേക്ക് പോകുമ്പം ഈ റോഡിലൂടെയുള്ള യാത്ര തന്നെ ഏറ്റവും ഭംഗിയായിട്ട് തോന്നി. കാരണം സ്ഥിരമായിട്ട് പോകുന്ന റോഡുകളിലൂടെയുള്ള കാഴ്ചകൾ കണ്ടു മടുത്തിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള റോഡിൽ കൂടെ ഡ്രൈവ് ചെയ്യാൻ അവസരം കിട്ടിയത്. ശരിക്കും വേറൊരു പ്ലാനറ്റിലൂടെ വണ്ടി ഓടിച്ച് പോകും പോലെയൊക്കെയാണ് തോന്നിയത്. ഇത്രയും സുഖമായിട്ട് ഡ്രൈവ് ചെയ്ത് റോഡിലൂടെ പോകുമ്പോൾ ആ റോഡിൻ്റെ നിർമ്മാണത്തിനെ കുറിച്ചാണ് ഞാൻ ആദ്യം ചിന്തിച്ചത്. മുമ്പിലൂടെ പോകുന്ന റോഡ് നോക്കിയാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാകും. ആ സൈഡിൽ നിന്നുള്ള വലിയൊരു മലയുടെ ഒരു സൈഡ് കട്ട് ചെയ്തിട്ടാണ് അതിലൂടെ റോഡ് പോകുന്നത്. അതുകൊണ്ട് റോഡിൽ കയറ്റവും ഇറക്കവും ഒന്നും ഇല്ലാതാക്കാൻ അത് സഹായിച്ചിട്ടുണ്ട്. ഗൂഗിൾ മാപ്പിൽ നോക്കുകയാണെങ്കിൽ ഒരു സ്കെയിൽ വെച്ച് നേർരേഖ വരച്ച പോലെയാണ് ഈ റോഡ് പോകുന്നത്. വളവും തിരിവൊന്നും മാക്സിമം ഇല്ല. ഈ മലയുടെ ഒരു ഭാഗം കട്ട് ചെയ്തതിൻ്റെ അവിടുന്ന് കല്ലുകൾ താഴോട്ട് റോട്ടിലോട്ട് വീഴാതിരിക്കാൻ വേണ്ടി തട്ടുകളായിട്ടാണ് ഈ മല കട്ട് ചെയ്തേക്കുന്നത്. അതുപോലെ മലയുടെ സൈഡിലോട്ട് ചരിവുകളും ഉണ്ട്. അപ്പോൾ കൂടുതൽ കല്ലുകൾ റോട്ടിലോട്ട് വീഴാതിരിക്കാൻ ഇത് സഹായിക്കുന്നുണ്ട്. നേരത്തെ റോഡ് സൈഡിലൂടെയൊക്കെ നോക്കുമ്പോൾ മരുഭൂമിയാണ് കണ്ടതെങ്കിൽ ഇപ്പോൾ ഇതാ റോഡ് സൈഡിലോട്ട് നോക്കുമ്പോൾ മലകൾ മാത്രമാണ് കാണുന്നത്. ദൂരേക്ക് നോക്കിയാലും മലകൾ മാത്രമാണുള്ളത്. ഇത് ശരിക്കും ഭൂമധ്യരേഖയോട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. എപ്പോഴും ചൂട് മാത്രമുള്ള, മഴ വളരെ കുറച്ച് മാത്രം ലഭിക്കുന്നൊരു സ്ഥലമാണ്. മനുഷ്യർക്ക് ഒരിക്കലും താമസിക്കാൻ പറ്റാത്തൊരു സ്ഥലമാണ് ഇതൊക്കെ എന്ന് വിചാരിച്ചാണ് ഞാൻ മുമ്പോട്ട് പോയത്. പക്ഷേ ഒരു കാഴ്ച കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. മുമ്പോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. അവിടെ വലത് ഭാഗത്ത് ഒരു വില്ലേജ് നമുക്ക് കാണാം. ഒരു സിറ്റി എന്ന് പറയാൻ പറ്റില്ല, ഒരു വില്ലേജായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇവിടെ ആൾക്കാർക്കുള്ള ജലസേചന സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്, കറണ്ടുണ്ട്. അവിടെ ആൾക്കാർ താമസിക്കുന്നുണ്ട്. ഇതുപോലുള്ള ഒരു മരുഭൂമി ഏരിയയിലും ആൾക്കാർ താമസിക്കുന്നത് കണ്ടപ്പോൾ വളരെ അത്ഭുതം തോന്നി. ഇവിടെ ആൾക്കാർ താമസിക്കുക മാത്രമല്ല നന്നായിട്ട് കൃഷിയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഞാൻ കണ്ടു. ഇപ്പോൾ റോഡിൻ്റെ മുമ്പോട്ട് പോകുമ്പോൾ ഇടത് ഭാഗത്തുള്ള അവിടെ കുറച്ച് ഫാം കാണാം. ആ ഫാമിൻ്റെ ഉള്ളിൽ ഒരു വീടൊക്കെ ഉണ്ട്. ഇവിടുന്ന് നോക്കുമ്പം ക്യാമറയിൽ കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. ലെഫ്റ്റ് സൈഡിൽ ഒരു ഫാമുള്ള ആയിട്ട് നമുക്ക് കാണാം. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് കോർഫക്കാനിലേക്ക് 106 കിലോമീറ്ററാണ് കാണിച്ചത്. അപ്പോൾ 2 സൈഡും കൂടെ ഞങ്ങൾ 200 കിലോമീറ്ററിൽ കൂടുതൽ ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡ്രൈവ് ചെയ്യുന്നതിലുടനീളം ഇതുപോലത്തെ കാഴ്ചകൾ തന്നെയാണ് കണ്ടത്.
വീഡിയോയുടെ ലെങ്ത് കൂടാതിരിക്കാൻ വേണ്ടി കുറേയൊക്കെ കട്ട് ചെയ്ത് കളയാണ്. വളരെ പ്രധാനപ്പെട്ടത് തോന്നുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇനി കാണിക്കാൻ പോകുന്നത്. യാത്ര മുമ്പോട്ട് പോകുന്തോറും കുറച്ചുകൂടെ ഉയരം കൂടിയ മലകളാണ് കണ്ടു തുടങ്ങുന്നത്. സ്വാഭാവികമായിട്ടും ഇത്രയും ഉയരം കൂടിയ മലകളെ കട്ട് ചെയ്ത് റോഡ് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഇവിടെ ടണലുകൾ നിർമ്മിച്ച് അതിലൂടെ റോഡ് പോകുന്നത് നമുക്ക് കാണാം. 2 ടണലുകളാണ് ഉള്ളത്. അങ്ങോട്ട് പോകുന്ന വണ്ടിക്കും തിരിച്ചു വരുന്ന വണ്ടിക്കും വെവ്വേറെ ടണലുകളാണ്. ടണലിനകത്തൂടെ യാത്ര ചെയ്യുന്നത് ഒരു അനുഭവം തന്നെയായിരുന്നു. ടണലിനകത്ത് ലൈറ്റുകളൊക്കെ ഉണ്ട്, എന്നാലും ഞാൻ ഹെഡ്ലൈറ്റ് ഒന്ന് ഓണാക്കി വെച്ചു. ടണലിനകത്തുനിന്ന് വണ്ടി പുറത്തോട്ട് വരുമ്പോൾ കാണുന്ന കാഴ്ചയും അതിമനോഹരമായിരുന്നു. പോകുന്ന വഴിക്ക് പിന്നെയും ഞങ്ങൾ ഒരുപാട് ടണലിലൂടെ കടന്നുപോയി. അതുവഴി പോകുമ്പോൾ ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചു. ഒരുപാട് വാഹനങ്ങൾ ഞങ്ങൾ പോകുന്ന സൈഡിലോട്ട് പോകുന്നുണ്ട്. ഞങ്ങൾ പോകുന്ന ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോഴേക്കും അവിടെ പാർക്കിംഗ് എല്ലാം ഫില്ലാവാൻ ചാൻസ് ഉണ്ട്. ഇന്നൊരു അവധി ദിവസം ആയതുകൊണ്ട് ഒരുപാട് പേര് ഇതുപോലത്തെ ഡെസ്റ്റിനേഷൻസ് വിസിറ്റ് ചെയ്യാൻ ഇറങ്ങും. അങ്ങനെ കുറച്ച് സമയത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ഡാം സൈറ്റിലെത്തി. അവിടെ പാർക്കിംഗ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് പാർക്കിംഗ് കിട്ടിയതിന് ശേഷം ഞങ്ങൾ ഡാം കാണാൻ വേണ്ടി ഇറങ്ങി. ഒരുപാട് നേരം ഇവിടെ ചുറ്റിയതിന് ശേഷം പാർക്കിംഗ് കിട്ടി. നോക്കട്ടെ ഡാമിൻ്റെ സൈറ്റ് എങ്ങനെ ഉണ്ടെന്ന്. ഇപ്പോൾ ഇത് റോഡിൻ്റെ സൈഡിൽ നിൽക്കുമ്പോഴുള്ള വ്യൂ ആണ്. താഴോട്ട് ഇറങ്ങി ചെന്നാൽ കുറച്ചുകൂടെ കാണാം. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. താഴെ ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളും പിന്നെ ഒരുപാട് പേര് ബോട്ടിങ് നടത്തുന്നതൊക്കെ കാണാം. അടിപൊളി സ്ഥലമാണ്. ഇപ്പോഴും ഇവിടെ പാർക്കിംഗ് കിട്ടാതെ ഒരുപാട് പേര് വലയുന്നുണ്ട്. സൈഡിലൊക്കെ ഒതുക്കിയിട്ടാണ് മിക്ക ആൾക്കാരും വരുന്നത്. ഇവിടെ പാർക്കിംഗ് ഫ്രീ അല്ല. വീക്കെൻഡിലാണെങ്കിലും പബ്ലിക് ഹോളിഡേയ്സിലാണെങ്കിലും പാർക്കിങ്ങിന് നമ്മൾ പൈസ കൊടുക്കണം. പക്ഷേ ഡാം സൈറ്റിലോട്ട് താഴോട്ടുള്ള എൻട്രി എല്ലാം ഫ്രീ ആണ്. കുട്ടികൾക്ക് കളിക്കാനുള്ള ഏരിയയിലും നമുക്ക് അവിടെ ഇരിക്കാനുള്ള ഏരിയയിലും മൊത്തം ഫ്രീ ആണ്. പിന്നെ ബോട്ടിങ്ങിന് മാത്രമാണ് അവിടെ കുറച്ച് പേയ്മെൻറ്റ് കൊടുക്കാനുള്ളത്. ആവശ്യമുള്ളവർക്ക് അത് പേയ്മെൻറ്റ് കൊടുത്തിട്ട് ബോട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇതാണ് ഇവിടുത്തെ എൻട്രൻസ്. ഇവിടെ കുറേ റൂൾസൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്തായാലും താഴോട്ട് ഇറങ്ങി നോക്കാം. കുട്ടികളൊക്കെ ഓടുന്നുണ്ട്. ഇവിടെ ചിൽഡ്രൻസിന് കളിക്കുന്ന സ്ഥലമാണ്. സീറ്റിംഗ് ഏരിയ ഒക്കെ ഉണ്ട് ഇവിടെ. അവരങ്ങോട്ടാണ് പോയത്. കുറച്ച് ഗ്രീനറി ഒക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ആൾക്കാർക്ക് ഇരിക്കാനുള്ള സ്ഥലവും നല്ലൊരു ആംബിയൻസ് ആണ്. നല്ലൊരു ഫീലുണ്ട്. എല്ലാവരും എത്തി. ഹായ് പറ. നല്ല മൗണ്ടെയ്ൻസും അവിടെ തൊട്ടടുത്ത് ഡാമിൽ വെള്ളവും നല്ലൊരു ഭംഗിയുള്ള കാഴ്ച. അവരൊക്കെ താഴോട്ട് ഇറങ്ങണം. ഞാൻ പറഞ്ഞിട്ടെ. അവിടെ ഒരു ചേട്ടൻ ഇരുന്ന് മീനുകൾക്ക് എന്തോ കുബൂസ് പോലെ എന്തോ ഒന്ന് കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. മീനുകൾ ഒരുപാട് അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ചെറുതും വലുതുമായിട്ട് ഒരുപാട് മീനുകൾ അവിടെ ഉണ്ട്. ഇവർ കൊടുക്കുന്ന ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറച്ച് താറാവിൻ്റെ കൂട്ടങ്ങളുമുണ്ട്. കുറച്ചു നേരം ഞങ്ങൾ ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിരുന്നു. നല്ല പളുങ്ക് പോലെ തെളിഞ്ഞ വെള്ളമാണ് ഡാമിലുള്ളത്. അതുകൊണ്ട് മീൻ വരുന്നതൊക്കെ നന്നായിട്ട് കാണാം. മീനിനെ പിടിക്കാൻ അവിടെ വേറൊരാളുണ്ട്. അതാ
എല്ലാ മീനിനെയും നോക്കി കൊതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എങ്ങാനും ഒന്നിനും പിടിക്കാൻ പറ്റിയിട്ടിരിക്കുന്നു. അൽ റഫീസ ഡാമിനെ കുറിച്ച് ഞാനൊന്ന് ഇൻ്റർനെറ്റിൽ നോക്കി. അപ്പോൾ അതിൽ കണ്ട കുറച്ച് കാര്യങ്ങളൂടെ പറഞ്ഞുതരാം. ഡാമിന് പുറകിലായിട്ട് നമുക്ക് കുറച്ച് പർവ്വത നിരകൾ കാണാം. ഹജർ മൗണ്ടെയ്ൻസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. 1980 ഈ ഡാം നിർമ്മിക്കുന്നത്. ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് 2025. അപ്പോൾ 45 വർഷം മുമ്പാണ് ഈ ഡാം നിർമ്മിച്ചിട്ടുള്ളത്. പതിറ്റാണ്ടുകൾക്ക് ശേഷം ഷാർജ ഗോർഫക്കാൻ ഹൈവേ ഉണ്ടാക്കി. അതിൻ്റെ സമയത്താണ് ഇതൊരു വിനോദസഞ്ചാര മേഖലയായിട്ട് മാറ്റുന്നത്. ദുബായിലെ ഷാർജയിലെയും തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിന്ന് മാറിയിട്ട് ഫാമിലിയുടെയും ഫ്രണ്ട്സിൻ്റെയും ഒക്കെ കൂടെ വന്ന് അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ഈ അൽ റഫീസ ഡാം. ഞങ്ങൾ തിരിച്ചു കയറുകയാണ്. വേറൊരു സ്ഥലത്ത് പോയിട്ട് ഇറങ്ങാം. കുട്ടികൾക്കുള്ള പ്ലേ ഏരിയ ആണ്. അതിലിങ്ങനെ നടക്കും. കുറച്ച് ഇപ്പുറത്തേക്ക് മാറിയിട്ട് ഒരു നല്ല വ്യൂ ഉള്ള സ്ഥലമുണ്ട്. നോക്കൂ, വണ്ടർഫുൾ വ്യൂ. ഞാൻ കാഴ്ചകൾ കണ്ട് നടന്നപ്പോൾ എൻ്റെ കൂടെ വന്നവരെ കാണുന്നില്ല. ഇതേ തിരിച്ചു പോയി നോക്കുമ്പോൾ നട്ടൂസ് ഇതേ ചിൽഡ്രൻസ് പ്ലേ ഏരിയയിൽ കളിക്കുന്നു. കുറച്ച് നേരം നട്ട് അവിടുന്ന് കളിച്ചു. പിന്നെ ഞങ്ങൾ അവിടുത്തെ വാക്കിംഗ് ഏരിയയിൽ കൂടെ നടക്കാൻ തുടങ്ങി. നല്ല കാഴ്ചകളൊക്കെ കണ്ട് നടക്കുകയാണ്. അങ്ങനെ അതിൽ നടക്കുന്ന സമയത്ത് അവിടെ ബോട്ടിങ്ങും കയാക്കിങ്ങും കണ്ടു. എന്നാൽ പിന്നെ അതിൻ്റെ റേറ്റൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് വരാമെന്ന് വിചാരിച്ചു. അവിടെ നിന്നാണ് എല്ലാവരും ബോട്ടിൽ കയറുന്നത്. എന്തായാലും അങ്ങോട്ടൊന്ന് പോയി നോക്കട്ടെ, റേറ്റൊക്കെ എത്രയാണെന്ന് അറിയാമല്ലോ. ബോട്ടിങ്ങിൻ്റെയും കയാക്കിങ്ങിൻ്റെയും ഒക്കെ റേറ്റ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരുപാട് കൂടുതലായിട്ടൊന്നും തോന്നുന്നില്ല. പക്ഷേ വേറൊരു പ്രശ്നമുള്ളത് വലിയൊരു ക്യൂ അവിടെ ഉണ്ട്. ഓരോ ആൾക്കാരും ബോട്ട് തിരിച്ചു വന്നതിന് ശേഷം നമുക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ അത്രയും സമയം സ്പെൻഡ് ചെയ്യാൻ നമ്മുടെ കയ്യിലില്ല. ഞങ്ങൾക്ക് ഗോർഫക്കാൻ ബീച്ചിലും കൂടെ ഒന്ന് കവർ ചെയ്യാനുണ്ട്. അപ്പോൾ അടുത്ത പ്രാവശ്യം ബോട്ടിൽ കയറാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇവിടുന്ന് പറഞ്ഞതാണ്. ഇപ്പോൾ ഇതാ വെയിലൊക്കെ താഴ്ന്നു തുടങ്ങി. ഗോർഫക്കാൻ ബീച്ചിലേക്ക് ഇവിടുന്ന് ഒരുപാട് ദൂരമൊന്നുമില്ല. പക്ഷേ ട്രാഫിക് ഉണ്ടാവും അങ്ങോട്ട് പോകുമ്പോൾ, അതാണ് പ്രശ്നം. അപ്പോൾ ഞങ്ങളിനി ഈ ഡാം സൈറ്റിൽ നിന്ന് പുറത്തേക്ക് നടക്കാനുള്ള വഴിയാണ് നോക്കുന്നത്. ഇവരിവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അടുത്ത ഡെസ്റ്റിനേഷൻ ഗോർഫക്കാൻ ബീച്ച്. ഹരിയുടെ വണ്ടി ഇപ്പോൾ പുറകിൽ വരും, നമ്മളാണ് മുമ്പിൽ പോകുന്നത്. ഇപ്പോഴും ഇവിടെ പാർക്കിംഗ് കിട്ടാത്ത അവസ്ഥയാണ്. നിങ്ങൾക്ക് കാണാം, ആ ലെഫ്റ്റ് സൈഡിൽ അവിടെ ഒരുപാട് വാഹനങ്ങൾ പുറത്ത് തന്നെ വെയിറ്റ് ചെയ്യാണ്. കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ഗോർഫക്കാൻ സിറ്റിയിലോട്ട് അടുത്തിരിക്കുകയാണ്. അതാ ഇപ്പോൾ താഴെ കാണുന്നതാണ് ഗോർഫക്കാൻ സിറ്റി. താഴെ ഒരു റൗണ്ട് അബൌട്ടിനടുത്ത് എത്തിയപ്പോൾ തന്നെ ട്രാഫിക് തുടങ്ങി. സിറ്റിയിലോട്ട് അടുക്കാൻ പറ്റുന്നില്ല, കുറച്ച് ട്രാഫിക് ഉണ്ട്. അവിടെ ഒരു ബസ് ആക്സിഡൻ്റ് ആയിട്ടുണ്ടായിരുന്നു, അതായിരുന്നു കാരണം. അങ്ങനെ കുറച്ച് സമയം ഞങ്ങൾക്ക് ട്രാഫിക്കിൽ നഷ്ടപ്പെട്ടു. അതിനുശേഷം ഞങ്ങളിപ്പോൾ ബീച്ചിലോട്ട് പോവുകയാണ്. ബീച്ചിനടുത്ത് തന്നെ പാർക്കിംഗ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ എന്നാലും അവസാനം കണ്ടുപിടിച്ചു, പാർക്കിംഗ് കിട്ടും. ചിലപ്പോൾ സാധാരണ ദിവസങ്ങളിൽ ഇത്രയും തിരക്കുണ്ടായിരിക്കില്ല. ഇന്നൊരു പബ്ലിക് ഹോളിഡേ ആയതുകൊണ്ടാണ് ഇത്രയും തിരക്കുള്ളത്. ഹരിയുടെ വണ്ടിയും കൂടെ എത്താനുണ്ട്. ഞങ്ങൾ 3 പേരാണ് ആദ്യം എത്തിയത്. ഇവിടെ ഒരു കാഴ്ചയുണ്ട്. ഇതേ ദൂരെ ഒരു കുന്നിൻ്റെ മുകളിലൊരു വീട്. ഇതാണ് ഇവിടുത്തെ ബീച്ച്. കാണിച്ചു തരാം. അവിടെ ദൂരമായിട്ടൊരു കണ്ടെയ്നർ ടെർമിനലൊക്കെ കാണാം. ബീച്ച് നല്ല വൃത്തിയുള്ളൊരു ബീച്ചാണ്. ഒരു സാധാരണ ബീച്ചാണ്. പക്ഷേ ഇവിടെ പാരാഗ്ലൈഡിങ് ആക്ടിവിറ്റിയും ബോട്ട് സർവീസും ജെറ്റ് സ്കീയും അതുപോലെ വിനോദസഞ്ചാരികൾക്ക് വേണ്ടിയുള്ള ഒരുപാട് എക്സ്ട്രാ സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. ഇന്നൊരു നാഷണൽ ഹോളിഡേ ആയതുകൊണ്ടായിരിക്കും ബീച്ചിൽ നല്ല തിരക്കുണ്ടായിരുന്നു.
ഹരിയും ടീമും വരുന്നുണ്ട്. അവർക്ക് പാർക്കിംഗ് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടി. ഇനിയിപ്പോൾ എല്ലാവരും കൂടെ ബീച്ചിനടുത്തോട്ട് പോവുകയാണ്. വീണ്ടും ഹായ്. ഇതൊരു സാധാരണ ബീച്ച് പോലെയാണ് തോന്നുന്നത്. സൈഡിലൊക്കെ ഒരുപാട് മലനിരകളുണ്ട്. അതുമാത്രമാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. പിന്നെ തിര ഇത്തിരി കുറവായതുകൊണ്ട് ജെറ്റ് സ്കി ഒക്കെ ഓടിക്കുന്നവരുണ്ട്. ഈ വീട് എനിക്കിപ്പോഴും ഒരു അത്ഭുതമാണ് കേട്ടോ. എന്താ സംഭവം അറിയില്ല, വീടാണോ എന്താ അറിയില്ല. അങ്ങനെ ഞങ്ങൾ ബീച്ചിൽ കുറച്ച് നേരം ചിലവഴിച്ചു. പിന്നെ നല്ല സൺസെറ്റൊക്കെ കണ്ടു. ഇനി തിരിച്ചു പോകാനുള്ള പ്ലാനാണ്. ഡേ ലൈറ്റൊക്കെ പോയി തുടങ്ങി. ഇവിടെ ഒരു കാഴ്ച കാണിച്ചു തരാം. ഷാർജ ബീച്ചിനോട് ചേർന്നുള്ളൊരു സ്ഥലമാണ്. ഇതാണ് ബീച്ച്. തെങ്ങൊക്കെ ഉണ്ട്. സൂപ്പർ. ഇവിടെ ഉണ്ട് തെങ്ങ്. ഞാൻ പറയാൻ വന്നതേ ഇവിടെ ഉള്ള പോലെ ഓടിട്ട വീടും അതിൻ്റെ മുറ്റത്ത് തെങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയില്ല കാണാൻ. സൂര്യനിതാ ആ മലയുടെ അപ്പുറത്ത് നിന്ന് അസ്തമിച്ചത്. അപ്പോൾ ഇനി ഡേ ലൈറ്റ് ഇവിടെ കുറവായിരിക്കും. ഞങ്ങൾ തിരിച്ചു പോകാനുള്ള പ്ലാനാണ്. ഒരുപാട് ട്രാവൽ ചെയ്യാനുണ്ട്. കോർഫക്കാനിലേക്ക് വരുന്ന വഴിയിൽ ഇപ്പോഴും നല്ല ട്രാഫിക് ഉണ്ട്. ഞങ്ങൾ വന്ന സമയത്തിനേക്കാൾ കൂടുതലായിട്ടുണ്ട് ഇപ്പോൾ. പിന്നെ തിരിച്ചു പോകുന്ന വഴിയിൽ അധികം ട്രാഫിക് ഇല്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെറിയ പെരുന്നാളിന് പോയ യാത്രയുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇതുവരെ കണ്ടിരുന്ന എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. ഈയിടെയായിട്ട് ട്രാവലിംഗ് വളരെ കുറവാണ്. അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ഇല്ലാത്തത്. കൂടുതൽ ട്രാവൽ ചെയ്യും തോറും ഞാൻ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ബിഗ് താങ്ക്സ്.